ഹായ് ഗൈസ്, നമ്മളിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പോൾ ഇഷാൻ്റെ കൂടെ കേട്ടോ. പറഞ്ഞോ. ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുക. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കുന്ന ഇഷാൻ? ചിക്കൻ കറി. ഞാൻ പോട്ടെ. വേണ്ട സാധനങ്ങൾ നമുക്ക് ഉള്ളി, നമ്മുടെ ഉള്ളി, കരുവേപ്പില, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇത് നമ്മുടെ ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാം കൂടെ പുരട്ടി വെച്ചേക്കാണ് നമ്മുടെ ചിക്കൻ. ഇത് നമുക്ക് കുറച്ച് നേരം 2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. നമുക്ക് 1, 2, 5 മിനിറ്റ് വെക്കാം കേട്ടോ. നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചൂടായിട്ട് ഇതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഒഴിക്കാം. ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചൂടായിട്ട് ഇതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഒഴിക്കാം. ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇടാം. ഇനി നമുക്ക് കറിവേപ്പിലിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് മുളക് പൊടിയും ചിക്കൻ മസാലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ കാശ്മീരി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കുവാണ്. ഇത് നമുക്ക് നന്നായിട്ട് ചൂടാവണം. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ആയതിനു ശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ 1 സ്പൂൺ ഇട്ടുകൊണ്ട് ഇതിനകത്ത് 1 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ചൂടാക്കി വെച്ച മസാല ഇതിനകത്തേക്ക് ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി വേവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം മാത്രം കേട്ടോ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇനി നമുക്ക് തക്കാളി വേവാൻ വേണ്ടി അടച്ചു കൊടുക്കാം. ഉപ്പ് ഇതിനകത്തേക്ക് ഇടുന്നത് കാണിച്ചില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്രയാണ് ആവശ്യം അത്രയും ഉപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ട് റോസ്റ്റൊക്കെ ആയിട്ടാണ് വയ്ക്കുന്നത്. അപ്പം നമുക്ക് 1 കപ്പ് 2 കപ്പൊക്കെ വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. ഞങ്ങളിപ്പം ഒരു കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. നമ്മൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ലൂസായിട്ടാണ് വെക്കുന്നതെങ്കിൽ 1 കൂടുതൽ കപ്പ് വെള്ളം ഒഴിക്കണം. ഇനി നമുക്ക് ചിക്കൻ വേവണം. അതിന് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം കുറച്ച് നേരം. അപ്പോൾ നമ്മൾ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നൊക്കെ കൊടുക്കണം. വെള്ളം കുറച്ച് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും കുറച്ച് ചൂടുവെള്ളം ഇതിനകത്തേക്ക് ആക്കണം കേട്ടോ. അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ. യമ്മി ചിക്കനാണോ? നമ്മൾ ചിക്കൻ കഴിക്കുമോ ഷാൻ? ചിക്കൻ ഇഷ്ടമാണോ? ഓക്കെ. ചിക്കനും എന്താ കഴിക്കുക നമ്മൾ? ചിക്കനും പൊതോത്ത കഴിക്കണ്ടേ? ചിക്കനും പൊതോത്ത ഇഷ്ടമാണോ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊരു ഹായ് കൊടുക്കൂ. ഹായ് പറ. ഇങ്ങോട്ട് നോക്ക്. ഷെയ്ക്കേണ്ടി വരുമോ? ഉഷ്. സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടമാണോ? ഓക്കെ സെറ്റ്. ബൈ പറ. ഇഷാൻ പോവല്ലേ? ടാറ്റാ. ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇഷാൻ ടേസ്റ്റ് നോക്കണം. ഉപ്പൊക്കെ ഉണ്ടാവും നോക്കണം കേട്ടോ. ഡീൽ? ഹൈഫൈ ഇതാ. ഓക്കെ. അപ്പോൾ ബൈ ഇഷാൻ. നമുക്ക് ചിക്കൻ ഉണ്ടാക്കുന്നത് കാണാം.
വരൂ. ഞാൻ വിചാരിച്ചു കുറേ നന്നായിട്ട് ഡ്രൈ ആക്കാമെന്ന്. പക്ഷേ നമ്മൾ കുറച്ച് ചാറൊക്കെ ആക്കിയിട്ടാണ് വെച്ചേക്കുന്നത്. കാരണം നമുക്ക് വൈകുന്നേരത്തെ പൊറോട്ടയ്ക്കും കൂടെ നമ്മളാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ നന്നായിട്ട് ചാറാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പം ചാറ് ചാറ് വേണ്ട എന്നെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം കൂടെ വെക്കണം. ഇത് ഏകദേശം ഒരു തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ഡെക്കറേറ്റ് എന്നൊക്കെ പറയാം. ഇതിന് മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചെയ്തെടുക്കാം. എരിവൊന്നും വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ കേട്ടോ. പിന്നെ നമുക്ക് ഗരം മസാലയും കൂടെ ആക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയൊരു ആഫ്രിക്കൻ മല്ലിച്ചപ്പ് എന്ന് പറയും. നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഡെക്കറേറ്റിന് വേണ്ടി വെച്ചെടുക്കാം. നമുക്ക് കറിവേപ്പിലയും കൂടെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡെക്കറേറ്റിന് വേണ്ടി കറിവേപ്പില ഒന്ന് വെച്ച് കൊടുക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്. നമ്മുടെ തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. അത്തേക്ക് നമുക്ക് ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിക്കുന്നുള്ളൂ. പറഞ്ഞോ. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുക. ഇനി നമ്മൾ എന്താ ഉണ്ടാക്കുന്നത്? ചിക്കൻ കറി. ഇനി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാ അല്ലേ? വേണ്ട സാധനങ്ങൾ നമുക്ക് നമ്മുടെ ഉള്ളി, കറിവേപ്പില, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇത് നമ്മുടെ ഇത് നമ്മൾ എന്താ ചെയ്തേ അമ്മ? നമ്മൾ മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും കൂടെ പുരട്ടി 2 മണിക്കൂർ വെച്ചതാണ്. അപ്പം നമ്മളിത് ചിക്കൻ നമ്മൾ കഴുകിയൊക്കെ സെറ്റാക്കി അമ്മ പറഞ്ഞ പോലെ എല്ലാം കൂടെ പുരട്ടി വെച്ചേക്കാണ് നമ്മുടെ ചിക്കൻ. ഇനി നമുക്ക് കുറച്ച് നേരം 2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1, 2, 5 മിനിറ്റ് വെക്കാം കേട്ടോ. നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചൂടായിട്ട് ഇതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഒഴിക്കാം. ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇടാം. ഇനി നമുക്ക് കരിവേപ്പിലിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഉള്ളിയൊക്കെ ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് മുളക് പൊടിയും ചിക്കൻ മസാലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ കാശ്മീരി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കുവാണ്. ഇത് നമുക്ക് നന്നായിട്ട് ചൂടാവണം. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ആയതിനു ശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ 1 സ്പൂൺ ഇട്ടുകൊണ്ട് ഇതിനകത്ത് 1 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ചൂടാക്കി വെച്ച മസാല ഇതിനകത്തേക്ക് ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി വേവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം മാത്രം കേട്ടോ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. നമുക്ക് തക്കാളി വേവാൻ വേണ്ടി അടച്ചു കൊടുക്കാം. ഉപ്പ് ഇതിനകത്തേക്ക് ഇടുന്നത് കാണിച്ചില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്രയാണ് ആവശ്യം അത്രയും ഉപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ട് റോസ്റ്റൊക്കെ ആയിട്ടാണ് വയ്ക്കുന്നത്. അപ്പം നമുക്ക് 1 കപ്പോ 2 കപ്പൊക്കെ വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. ഞങ്ങളിപ്പം ഒരു
1 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുന്നത്. നമ്മൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ലൂസായിട്ടാണ് വെക്കുന്നതെങ്കിൽ 1 കൂടുതൽ കപ്പ് വെള്ളം ഒഴിക്കണം. ഇനി നമുക്ക് ചിക്കൻ വേവണം. അതിന് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം കുറച്ച് നേരം. അപ്പോൾ നമ്മൾ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നൊക്കെ കൊടുക്കണം. വെള്ളം കുറച്ച് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും കുറച്ച് ചൂടുവെള്ളം ഇതിനകത്തേക്ക് ആക്കണം കേട്ടോ. അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ. യമ്മി ചിക്കനാണോ? നമ്മൾ ചിക്കൻ കഴിക്കുമോ ഷാൻ? ചിക്കൻ ഇഷ്ടമാണോ? ഓക്കെ. ചിക്കനും എന്താ കഴിക്കുക നമ്മൾ? ചിക്കനും പൊതോത്ത കഴിക്കണ്ടേ? പൊതോത്ത ചിക്കനും പൊതോത്ത ഇഷ്ടമാണോ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊരു ഹായ് കൊടുക്കൂ. ഹായ് പറ. ഇങ്ങോട്ട് നോക്ക്. ഷെയ്ക്കാൻ തരുമോ? ഉഷ്. സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടമാണോ? ഓക്കെ ഓക്കെ സെറ്റ്. ബൈ പറ. ബൈ. ഇഷാൻ പോവല്ലേ? ടാറ്റാ. ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇഷാൻ ടേസ്റ്റ് നോക്കണം. ഉപ്പൊക്കെ ഉണ്ടാവും നോക്കണം കേട്ടോ. ഡീൽ ഡീൽ. ഹൈഫൈ ഇതാ. ഓക്കെ. അപ്പൊ ബൈ ഇഷാൻ. നമുക്ക് ചിക്കൻ ഉണ്ടാക്കുന്ന കാണാം. വരൂ. ഞാൻ വിചാരിച്ചു കുറേ നന്നായിട്ട് ഡ്രൈ ആക്കാമെന്ന്. പക്ഷേ നമ്മൾ കുറച്ച് ചാറൊക്കെ ആക്കിയിട്ടാണ് വെച്ചേക്കുന്നത്. കാരണം നമുക്ക് വൈകുന്നേരത്തെ പൊറോട്ടയ്ക്കും കൂടെ നമ്മൾ ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ നന്നായിട്ട് ചാറാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പം ചാറ് വേണം എന്നല്ല, ചാറ് വേണ്ട എന്നെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൂടെ വെക്കണം. ഇത് ഏകദേശം ഒക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ഡെക്കറേറ്റ് എന്നൊക്കെ പറയാം. ഇതിന് മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചെയ്തെടുക്കാം. എരിവൊന്നും വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ കേട്ടോ. പിന്നെ നമുക്ക് ഗരം മസാലയും കൂടെ ആക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയൊരു ആഫ്രിക്കൻ മല്ലിച്ചപ്പ് എന്ന് പറയും. നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഡെക്കറേറ്റിന് വേണ്ടി വെച്ചെടുക്കാം. നമുക്ക് കറിവേപ്പിലയും കൂടെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡെക്കറേറ്റിന് വേണ്ടി കറിവേപ്പില ഒന്ന് വെച്ച് കൊടുക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്. നമ്മുടെ തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. അത്തേക്ക് നമുക്ക് ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിക്കുന്നുള്ളൂ. നമ്മൾ സെർവ് ചെയ്യാണ്. ഇത് നമ്മൾ ചോറും സാമ്പാറുണ്ട്, ചിക്കനുണ്ട്. ചിക്കൻ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇത് അവിയൽ, കാമ്പിൻ്റെ ഉപ്പേരി, ഇത് നമ്മുടെ കൂട്ടുകറി, സാമ്പാർ. ഇതെല്ലാം കൂടി നമുക്ക് തിന്നാം.